بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുവാനാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ റസൂലുൽ സലാത്ത് എന്ന ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ അസ്ലായ മാരിഫത്ത് ദീനുൽ ഇസ്ലാമി ബിൽ അദില്ല, ഒരു മനുഷ്യൻ അടിമ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയുക എന്നുള്ള അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ 3 മർത്തബകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന 3 പദവികൾ, ആ പദവികളിലെ രണ്ടാമത്തെ പദവിയായ ഈമാൻ കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഈമാൻ കാര്യങ്ങളിലെ ഒന്നാമത്തെ അടിസ്ഥാനമായ അള്ളാഹുള്ള വിശ്വാസം, അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹുവാണ് നമ്മുടെ എല്ലാവരുടെയും റബ്ബ്, നമ്മെ സൃഷ്ടിച്ചതും നമ്മുടെ ഉടമസ്ഥനും നമ്മുടെ എല്ലാ കാര്യങ്ങളിലുള്ള തീരുമാന അധികാരവും അവന്റെ കൈകളിൽ മാത്രമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഉലൂഹിയത്ത്, നമ്മുടെ എല്ലാ ഇബാദത്തുകളും അത് അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വിശദീകരിച്ചു. ഇനി നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു തുടങ്ങിയത് അള്ളാഹുവിന്റെ അസ്മാവ സിഫാത്തുകളുടെ വിശ്വാസമാണ്. അള്ളാഹുവിന്റെ അസ്മാവ സിഫാത്തുകളുള്ള വിശ്വാസം, അതിന്റെ ചുരുക്കം ഖുലാസ നമ്മൾ പറഞ്ഞത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. ആ സംഭവം, അതിൽ അദ്ദേഹം എടുത്ത നിലപാട്, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അതിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തെ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാ സിഫത്തുകളിലും അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു അടിസ്ഥാനമാണ് ആ സംഭവത്തിൽ നടന്ന ആ സംഭവത്തിൽ അദ്ദേഹം എടുത്ത നിലപാട്. അദ്ദേഹം എടുത്ത നിലപാട് എന്താ? ആ സംഭവം നമ്മൾ വിശദീകരിക്കാം. ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതൊരു കായികയാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞ മിസാല് മാറ്റി നമുക്ക് ഏത് സിഫത്തും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെക്കാൻ പറ്റും. അദ്ദേഹം പറയുന്ന സിഫത്ത് ഇസ്തിവ എന്നുള്ള സിഫത്താണ്. അള്ളാഹു അർശിന് ഉപരിയിലായി എന്നുള്ള സിഫത്താണ്. അതിനെപ്പറ്റി ഒരാൾ ചോദിക്കുകയാണ്, അതെങ്ങനെ കൈഫസ്തവ, എങ്ങനെ ഇസ്തിവ ആയെന്ന് ചോദിക്കുമ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്ന മറുപടി എന്താ? അൽ ഇസ്തിവാഉ മാലൂം. ഇസ്തിവ എന്നുള്ളത് അത് ഭാഷയിൽ അതിന്റെ അർത്ഥം അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ മുകളിലായി, ഉപരിയിലായി എന്നുള്ള അർത്ഥമാണ്. ഇസ്തിവ എന്ന വാക്കിന് അല എന്നുള്ള പദത്തിന്റെ കൂടെ വരുമ്പോൾ അതിന് മുകളിലായി, ഉപരിയിലായി എന്നുള്ള അർത്ഥമേ ഭാഷയിലുള്ളൂ, വേറൊരു അർത്ഥമില്ല. ഇത് ഭാഷയിൽ അറിയപ്പെട്ട കാര്യം, അറബികൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ വൽ കൈഫ് മജ്ഹൂൽ, അതിന്റെ രൂപം എങ്ങനെ ഇസ്തിവായി, അപ്പോൾ മനുഷ്യൻ ഉപരിയിലാവുക അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു ഉപരിയിലാവുക എന്നുള്ളത് അതിന്റെ രൂപം നമുക്കറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലായി എന്നുള്ളത് അതിന്റെ രൂപം നമുക്കറിയില്ല. കാരണം അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല, നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ രൂപം നമുക്കറിയില്ല. അള്ളാഹു എങ്ങനെ ഉപരിയിലായി എന്ന് നമ്മൾക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വൽ ഈമാനു ബിഹി വാജിബുൻ, അതിനെ സംബന്ധിച്ച് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധം. ഒരു മുസ്ലിമാണോ ഷഹാദത്ത് കലിമ ചൊല്ലിയ, അംഗീകരിച്ച, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ റസൂലായി അംഗീകരിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആന്റെ ആയത്തുകൾ, സ്വഹീഹ് ഹദീസുകളിലൂടെ അള്ളാഹു ഇങ്ങനെയുണ്ട്, അള്ളാഹു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നാൽ അത് വിശ്വസിക്കൽ നിർബന്ധം, വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അ, അത് എങ്ങനെയായി, അള്ളാഹു 1ാം ആകാശത്തേക്ക് ഇറങ്ങുമ്പോൾ അത് എങ്ങനെ ഇറങ്ങാം, ഇവിടെ അവിടെ പകലാവുമ്പോൾ ഇവിടെ രാത്രിയിൽ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ബിദ്അത്താണ് എന്ന് അദ്ദേഹം പറയും. ഈ ഒരു കാര്യം ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടാണ്. എല്ലാ അസ്മാവും ഇവിടെ ചോദിക്കപ്പെട്ടത് ഇസ്തിവാനെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് ഈ ഇസ്തിവാനെ മാറ്റി വേറെ ഏത് സിഫത്തോടെ വെച്ചാലും ഈ ഉത്തരം അവിടെ കറക്റ്റാണ്, മുനാസിബാണ്, ആപ്റ്റായ ഉത്തരം. ഏത് സിഫത്ത് നമുക്ക് എന്താ പറയാ, ഖുർആനിൽ ഹദീസുകൾ വന്നിട്ടുള്ള ഏത് സിഫത്ത് ആയിക്കോട്ടെ,
അപ്പൊ അള്ളാഹു തൃപ്തിപ്പെടും. റളിയല്ലാഹു അൻഹു സഹാബത്തിനെ പറ്റി പറഞ്ഞ എന്താ? അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു. അള്ളാഹു തൃപ്തിപ്പെടുക എങ്ങനെയാണ്? അവിടെ ആ ഒരാൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും ഇതേ മറുപടി തന്നെ നമുക്ക് അദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ പറ്റുക? പറയാം, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. നമുക്ക് എന്താ പറയാൻ പറ്റുക? തൃപ്തിപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം അറിയപ്പെട്ടതാണ്. തൃപ്തിപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം അറിയപ്പെട്ടതാണ് ഭാഷയിൽ. അതിന്റെ രൂപം എങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെടുക എന്നുള്ളതിന്റെ രൂപം നമുക്ക് അറിയില്ല, നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. പക്ഷേ നമ്മൾ അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് വാജിബാണ്, നിർബന്ധമാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്നതിന് രൂപം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത് എന്താ? അത് വിദ്വേഷമാണ്. ഇതന്നെ എല്ലാ സിഫത്തുകളിലും, അള്ളാഹുവിന്റെ എല്ലാ അസ്മാ സിഫാത്തുകളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ ആ ഒരു വാക്കിൽ വ്യക്തമാണ്. നമുക്കിതെല്ലാ സിഫത്തുകളിലും ചേർത്ത് വെച്ച് പറയാൻ സാധിക്കുന്ന ഒരു നിലപാടാണെന്ത്? ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അൽ-ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദഅത്ത്. ഇതാണ് ഏതൊരു അള്ളാഹുവിന്റെ സിഫത്തിലും അത് എങ്ങനെയായി, അതിന് രൂപം എന്താണ് ചോദിക്കുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ള മറുപടി ഈ ഒരു നിലപാടാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ നിലപാടാണ്. ഇതാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ദർസിൽ പറഞ്ഞു നിർത്തിയ കാര്യം. ഇനി നമ്മൾ അസ്മാ സിഫാത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചില അടിസ്ഥാനങ്ങൾ അസ്മാ സിഫാത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും തൗഖീഫിയാണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് തെളിവുകളിൽ വന്നോ അത് നമ്മൾ വിശ്വസിക്കും. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കടക്കാൻ കഴിയില്ല. അള്ളാഹുവിനൊരു ഇസ്മുണ്ട്, അത് നമുക്ക് തോന്നിയിട്ടൊരു ഇസ്മ പറയാൻ പറ്റൂല. അള്ളാഹുവിനൊരു ഇസ്മ അള്ളാഹു പഠിപ്പിച്ചെന്നതല്ലാത്തൊരു ഇസ്മ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. ശ്രദ്ധിക്കണേ, തൗഖീഫി എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ്. എന്നുവെച്ചാൽ ഖുർആൻ സുന്നത്തും വഖഫ പറഞ്ഞ നിൽക്കുകയാണ്. ആ വരച്ച വരന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അസ്മാ പേരുകളായ അള്ളാഹു പഠിപ്പിച്ചെന്ന, അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഏതെങ്കിലും ഒരു പേര് നമുക്ക് അള്ളാഹുവിന്റെ പേരായിട്ട് പറയാൻ പറ്റുള്ളൂ. അതല്ലാത്തൊരു പേര് അള്ളാഹുവിന്റെ പേരായി നമുക്ക് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിന്റെ സിഫത്തുകൾ, അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെയുള്ളവനാണ്, ഇങ്ങനെ ഒരുപാട് സിഫത്തുകൾ പഠിപ്പിച്ചെന്നതിൽ കവിഞ്ഞ് നമുക്കൊരു സിഫത്ത് എന്ത് ചെയ്യാൻ പാടില്ല, പുതുതായിട്ട് അള്ളാഹുവിന് ചേർത്തി പറയാൻ പാടില്ല. എന്താണോ വന്നിട്ടുള്ളത് അത് വിശ്വസിക്കുക, അത് പറയുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ഒരു ഇസ്മോ സിഫത്തോ നമുക്ക് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പാടില്ലാത്ത. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ പറ്റി ഏതെങ്കിലും ഒരു ഇസ്മോ സിഫത്തോ നിങ്ങൾക്കൊരാൾ പറഞ്ഞെന്നാൽ അതിന്റെ തെളിവ് ചോദിച്ചിട്ടേ നിങ്ങളത് അംഗീകരിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം. അള്ളാഹുവിനൊരു പേര് ഒരാൾ പറഞ്ഞുതരാം, അള്ളാഹുവിനൊരു പേര് ഒരാൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ചെയ്യും എന്നൊരാൾ പറഞ്ഞുതരാം. അതങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഉടനെ അതിന് എന്ത് ചെയ്യണം? തെളിവ് ചോദിക്കണം. കാരണം തെളിവുകളിൽ അറിയിച്ചു തന്നതല്ലാത്ത ഒരു കാര്യവും ഈ വിഷയത്തിൽ അംഗീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണത്? നമുക്കറിയാം, അള്ളാഹുവിനെ പറ്റി അള്ളാഹു ഒരു കാര്യം അറിയിച്ചു തന്നാലല്ലാതെ നമുക്ക് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അള്ളാഹുവിനെ പറ്റി കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്വയമേ എന്തെങ്കിലും ഗവേഷണങ്ങളിലൂടെയോ അന്വേഷണങ്ങളിലൂടെയോ അള്ളാഹുവിനെ പറ്റി അറിയുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമില്ല, നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് അള്ളാഹു ഒരു കാര്യം അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക എന്നതല്ലാതെ അതിൽ കവിഞ്ഞൊരു കാര്യം നമ്മളെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്
അസ്മാഉ സിഫാത്ത് തൗഖീഫിയാണ്. തെളിവ് വന്നത് ഇസ്മായി അംഗീകരിക്കുക, തെളിവിൽ വന്നത് സിഫത്തായി അംഗീകരിക്കുക. സിഫത്ത് ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, പേര്. അതായത് അത് അടുത്ത കായികതാണ്. ഒരു ഇസ്മ എന്ത് ചെയ്യുന്നുണ്ട്, ആരെ പറ്റിയാണോ ആ ഇസ്മ പ്രയോഗിക്കുന്നത് അയാൾ അറിയിക്കുന്നതാണെന്ത് ഇസ്മ എന്ന് പറയാം. ഇപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അവിടെ അത് അദ്ദേഹത്തിന്റെ പേരല്ല, മുഹമ്മദ് എന്നാണ് എന്ത് അദ്ദേഹത്തിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളവിടെ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ അതെന്തല്ല, അദ്ദേഹത്തിന്റെ പേരല്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അറിയിക്കുന്നു. ഒരാളെ അറിയിക്കുന്ന ഒരു കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ പേരുകളായി പറയാൻ പറ്റും. ഒരാളെ അറിയിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ പേരുകളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതേസമയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്ത്, അങ്ങേയറ്റം അദ്ദേഹത്തിന് കരുണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ അങ്ങേയറ്റം തൽപരനായിരുന്നു, അവർക്ക് ഹിദായത്ത് കിട്ടാൻ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇതൊക്കെ എന്താണ്, സിഫത്താണ്. ഇതൊക്കെ സിഫത്താണ്. എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ എന്താ പറയാ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ വിശേഷണങ്ങൾ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട, നമ്മളിപ്പോ മറ്റേ മൊബൈൽസിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാറ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ അതിനൊരു പേരുണ്ടാവും, ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു പേരുണ്ടാവും. ചിലപ്പോൾ ഒന്നിലധികം പേരുകളുണ്ടാവും. ഈ പേരുകൾ എന്തിനറിയിക്കും, ആ എന്തിനെ പറ്റിയിട്ടാണ് ആ പേര് പറയുന്നത് അതിലേക്ക് അറിയിക്കുന്ന കാര്യങ്ങളാണ് പേരുകൾ. ഇതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് അറിയിക്കുന്നതാണെന്ത്, അള്ളാഹുവിന്റെ മറ്റു പേരുകളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് അവന്റെ ഓരോ വിശേഷണങ്ങൾ അറിയിക്കുന്നതാണെന്ത്, അള്ളാഹുവിന്റെ ഓരോ പേരുകൾ. എന്ന് വെച്ചാൽ ഇങ്ങനെ വിശദീകരിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അള്ളാഹുവിന്റെ ഒരു പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പേര് അള്ളാഹുവിനുണ്ടെന്ന് അറിയുമ്പോൾ ആ പേര് എന്തിനെ അറിയിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ പേര് എന്തിനെ അറിയിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. കാരണം ഈ ചിന്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ കഴിയുക. അപ്പൊ അള്ളാഹു അർ റഹ്മാനാണ്, അർ റഹീമാണ്, അൽ ഗഫൂറാണ്, അൽ വദൂദാണ്. ഇങ്ങനെ കുറെ പേരുകൾ അള്ളാഹുവിനുണ്ട്. ഈ പേരുകളുടെ ഓരോന്നിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആ അർത്ഥങ്ങളിലൂടെ അള്ളാഹുവിനെയാണ് എന്ത് ചെയ്യാൻ സാധിക്കുക, കൂടുതൽ അടുത്തറിയാൻ സാധിക്കുക. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണെന്ത്, അള്ളാഹുവിന്റെ പേരുകൾ പഠിക്കാം. നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച്, നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് കൂടുതൽ അടുത്തറിയണം. നമുക്ക് ഓരോരുത്തർക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ, നമ്മെ സൃഷ്ടിച്ച ഒന്നുമില്ലാതെ നമ്മളെ ഈ രൂപത്തിലേക്ക് ആക്കിയ, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ തന്നിട്ടുള്ള ഈ റബ്ബ് നമ്മുടെ ഓരോ സെക്കൻഡും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറ്റമറ്റ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് ആ റബ്ബിനെ അറിയാൻ, കൂടുതൽ വിശദമായി അറിയാൻ, അടുത്തറിയാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും. ആ അറിയാനുള്ള വഴികളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴിയാണെന്ത്, അള്ളാഹുവിന്റെ പേരുകളിലൂടെ, സിഫത്തുകളിലൂടെ അള്ളാഹുവിനെ അറിയുക. കാരണം ഓരോ പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങൾ അറിയിക്കുന്നുണ്ട്. അത് ഓരോന്നും പറയാൻ നിന്നാൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. അങ്ങനത്തെ ദർസുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മലയാളത്തിൽ തന്നെ ഒരുപാട് ലഭിക്കും. അള്ളാഹുവിന്റെ ഇസ്മുകൾ വിശദീകരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ തന്നെ പല ആളുകളുടെയും ദർസുകൾ ലഭ്യമാണ്. അങ്ങനെയുള്ള ദർസുകൾ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ ഇസ്മുകൾ വിശദീകരിക്കുന്ന ദർസുകൾ അത് നമ്മൾ കേൾക്കുമ്പോൾ
നമുക്ക് ആ ഓരോ പേരുകൾ എത്രത്തോളം കൂടുതൽ പേര് പഠിക്കും അത്രത്തോളം നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കും, കൂടുതൽ അള്ളാഹുവിനെ അറിയാൻ സാധിക്കും. ആ ഓരോ വിശേഷണങ്ങളിലും എന്തുണ്ട്, നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഓരോ പോയിന്റുകളുണ്ടാവും. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അതിൽ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പേരുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ബോധ്യപ്പെടും. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ അത് ഏറ്റവും നല്ല പേരുകളാണ്. എന്ന് വെച്ചാൽ പെർഫെക്ഷന്റെ ഏറ്റവും പീക്ക് ലെവൽ എത്തി നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ ഓരോ പേരുകൾ. അതിൽ ഒരു തരത്തിലും എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാവുകയില്ല. ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ന്യൂനതയും അതിൽ ഉണ്ടാവുകയില്ല. അത് ഇസ്മുകളിലാണെങ്കിൽ സിഫത്തുകളിലാണ്. ഏത് നിലയ്ക്കാണെങ്കിലും ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളും സിഫത്തുകളും. എല്ലാ ഇസ്മുകളും സിഫത്തുകളും. ഉദാഹരണത്തിന് ജീവനുള്ള ഓരോരുത്തരെ എന്ത് പറയാം? അവൻ ഹയ്യാണെന്ന് പറയാം. ജീവനുള്ളതിന് ഹയ്യാണെന്ന് പറയാം. പക്ഷെ ഈ ഒരു ജീവൻ, ഈ ജീവിതം എന്നുള്ളത്, ആ ഹയാത്ത് എന്നുള്ളത്, ഇപ്പം നമ്മുടെ മനുഷ്യന്റെ അവസ്ഥ എടുത്തു നോക്ക്. നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ഹയാത്ത്, ഇതിന്റെ ശരിക്കുള്ള പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിൽ ഒരുപാട് ന്യൂനതകൾ അതിൽ കാണാൻ സാധിക്കും. ഒരുപാട് അർത്ഥത്തിൽ ഒരുപാട് രീതിയിൽ അതിൽ ന്യൂനതകൾ പ്രകടമായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, മനുഷ്യന് ആദ്യമേ ഹയാത്ത് ഉണ്ടായിരുന്നോ? ഹയാത്ത് ഇല്ലാത്തൊരു കാലഘട്ടം അവൻ ഉണ്ടായിരുന്നു. അതൊരു വലിയ ന്യൂനതയാണ്. ഹയാത്ത് എന്നുള്ള സിഫത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ന്യൂനതയാണ്. പിന്നെയോ, അവൻ ജനിച്ച് വീണ ആ സമയം മുതൽ അവന്റെ ഹയാത്ത് പെർഫെക്റ്റ് ആണോ? യുവത്വത്തിലുണ്ടായിരുന്ന അതേപോലത്തെ ഓടിച്ചാടി നടക്കുന്ന ഹയാത്താണോ? അല്ല. അവന് എണീറ്റ് നടക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ എന്താണെന്നുള്ള അവന് ഓർമ്മ പോലും ഉണ്ടാവില്ല. പിന്നെയും കഴിഞ്ഞ് കുറച്ച് അങ്ങനെ എന്താ പറയാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കുറച്ച് അങ്ങനെ അങ്ങനെ കയറി പിന്നെ ഒരു നല്ല അവസ്ഥയിലേക്ക് ഒരു കുട്ടിക്കാലം വന്ന് പിന്നെ യുവത്വം വന്ന് പിന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് കുറേ കഴിഞ്ഞിട്ട്. എന്നിട്ടോ ആ പെർഫെക്റ്റ് ആയ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ടോ സ്റ്റേബിൾ ആയിട്ട്? ഇല്ല. വീണ്ടും വാഫിലേക്ക്, ദുർബലതയുടെ അവസ്ഥയിലേക്ക് വീണ്ടും പോവാണ്. അതും പോട്ടെ, ദുർബലതയുടെ അവസ്ഥയിലായിട്ട് അവൻ എന്നൊന്നും ഹയാത്തിൽ നിൽക്കുന്നുണ്ടോ? അതുമില്ല. കുറച്ച് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യണം? അവന്റെ ഹയാത്ത് അവസാനിക്കാം. അങ്ങനെ കുറേ തരത്തിൽ എത്രയോ രൂപത്തിൽ അതിലെന്തുണ്ട്? വാട്ടുണ്ട്. ഇനി ഇവന്റെ ഈ ഖുവ്വത്തിന്റെ അവസ്ഥ അത് ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലാണെന്ന് വെച്ചോ, ദുനിയാവിൽ അവന്റെ ജീവിതത്തിൽ 1/3 അവനെ ഉറക്കമാണ്. ആ ഉറങ്ങുന്ന സമയത്ത് അവൻ ഹയാത്തിലല്ല, അതൊരു ചെറിയ മരണമാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതിൽ ന്യൂനതകൾ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അവന്റെ ലൈഫ് സ്പാൻ എന്നുള്ളത് വളരെ ചെറുതാണ്. മറ്റ് ഭൂമിയിലെ ഒരുപാട് ജീവജാലങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ 300-500 വർഷങ്ങൾ ജീവിക്കുന്ന മൃഗങ്ങൾ ഇന്നുണ്ട്. അതിനെക്കുറിച്ച് നോക്കുമ്പോൾ മനുഷ്യന് 60-70 ഇടയിലാണ്. ഇങ്ങനെ ഒരുപാട് അർത്ഥത്തിൽ ന്യൂനതകളുണ്ട്. ഈ ന്യൂനതകളൊന്നും അള്ളാഹുവിനെ പറ്റി അല്ല ഹയ്യ് എന്ന് പറയുമ്പോൾ അതിൽ ഈ ന്യൂനതകളൊന്നും കടന്നു വരില്ല. അള്ളാഹുവിന്റെ ഒരു പേരാണ് എന്താ? അൽ ഹയ്യ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിനെ പറ്റി അൽ ഹയ്യ് എന്ന് പറയുമ്പോൾ അവന്റെ ഹയാത്തിൽ ഈ ന്യൂനതകളൊന്നും വരൂല. ഇതൊരു ഉദാഹരണമായിട്ട്. ഇതുപോലെ തന്നെ ഓരോ വിശേഷണമാണ്, ഓരോ കാര്യങ്ങൾ അങ്ങനെ തന്നെ. അതിൽ ഒരു തരത്തിലും ഒരു രൂപത്തിൽ എന്ത് ചെയ്യില്ല? ന്യൂനതകൾ കടന്നു വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്ത്? ഓരോ വിശേഷണങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രത്യക്ഷം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം.
പ്രത്യക്ഷത്തിൽ അതിന്റെ അർത്ഥം, അറബി ഭാഷയിൽ അതിന് എന്ത് അർത്ഥമാണോ കിട്ടുന്നത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹു തൃപ്തിപ്പെടുന്നു പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന തന്നെ വിശ്വസിക്കണം. നമ്മുടെ നാട്ടിൽ പല തഫ്സീറുകളിൽ പോലും കാണാം തൃപ്തിപ്പെടുക എന്നുള്ളതിന് അർത്ഥം എന്താ കൊടുക്കാന്നറിയോ? എന്താ കൊടുക്കുക? പ്രതിഫലം നൽകുന്ന. പ്രതിഫലം നൽകുക എന്നുള്ളതിന് വേറെ അർത്ഥമുണ്ട്, വേറെ വാക്കുകൾ അറബിയിലുണ്ട്. അള്ളാഹു തൃപ്തിപ്പെടുത്താൽ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. പക്ഷേ വിഷയം എന്താ? അള്ളാഹു തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന തന്നെ വിശ്വസിക്കണം. അള്ളാഹു തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ അത് അള്ളാഹു കോപിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു കോപിക്കും തന്നെ വിശ്വസിക്കണം. അള്ളാഹു ഇറങ്ങും എന്ന് പറയുമ്പോൾ ഇറങ്ങും തന്നെ വിശ്വസിക്കണം. അള്ളാഹു ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വേണ്ടി വരും, അങ്ങനെ വരും തന്നെ വിശ്വസിക്കണം. നമ്മളോട് സംസാരിക്കും തന്നെ വിശ്വസിക്കണം. ഇങ്ങനെ ഓരോ വിശേഷണങ്ങളും എങ്ങനെയാണോ വന്നിട്ടുള്ളത്, സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്, ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കാൻ നിർബന്ധമാണ്. നമുക്കതിന്റെ രൂപം അറിയില്ല, അതിന്റെ ഹഖീഖത്ത് നമുക്കറിയില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ അതിന്റെ അറബി ഭാഷയിൽ എന്തർത്ഥമാണോ, അതിന് എന്തർത്ഥം ഉദ്ദേശിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കാൻ നിർബന്ധമാണ്. പിന്നൊരു വിഷയമുണ്ട്, ചില വിശേഷണങ്ങൾ പറ്റി അതിൽ പ്രത്യക്ഷമായിട്ടൊരു ന്യൂനതകൾ ഉണ്ടാവൂല. എന്നുവെച്ചാൽ ഖുർആൻ സുന്നത്തിൽ വന്നിട്ടില്ലാത്തൊരു വിശേഷം, അതിൽ പ്രത്യക്ഷത്തിലൊരു ന്യൂനത ഉണ്ടാവില്ല. അങ്ങനെയുള്ള വിശേഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ളൊരു വിശേഷണം നമ്മുടെ അറിവിൽ ചെവിയിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് പണ്ഡിതന്മാരിലേക്ക് മടക്കണം. ഇങ്ങനൊരു കാര്യം അള്ളാഹുവിനെ പറ്റി പറയുന്നതിന്റെ വിധിയാണ് ചോദിക്കണം. ചിലപ്പോൾ അതിന് നല്ല അർത്ഥം ഉണ്ടാകാം, മോശം അർത്ഥം, രണ്ടും ഉണ്ടാകും. ശ്രദ്ധിക്കണേ, ഖുർആൻ സുന്നത്തിൽ വന്നിട്ടില്ലാത്തൊരു വിശേഷണം അത് ന്യൂനത അറിയിക്കുന്ന വിശേഷണമാണെങ്കിൽ അതെന്ത് ചെയ്യും? ഒഴിവാക്കും. അതുപോലെ തന്നെ അത് ഒരു തരത്തിലും ന്യൂനത അറിയിക്കാത്ത അള്ളാഹുവിന്റെ പേരുകളുടെ വിശദീകരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില പേരുകളുണ്ടാവും. അതാണെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയാ, ഖാലിഖിനെ നമ്മൾ എന്ത് ചെയ്യും? പടച്ചവൻ എന്ന് പറയും. അത് എന്താ പറയാ, ആ വാക്ക് എന്താണ്? ആ പടച്ചവൻ എന്നുള്ള വാക്ക് ഖുർആൻ സുന്നത്തിൽ വരാത്ത വാക്കാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആ അർത്ഥം അങ്ങനെയാണ്, ഏകദേശം അർത്ഥം ഇങ്ങനെയാണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അള്ളാഹുവിന് ഇസ്മായിട്ട് പഠിപ്പിക്കല്ല, അള്ളാഹുവിന് സിഫത്തായി പഠിപ്പിക്കല്ല. മറിച്ച് ഈ ഖാലിഖ് എന്നുള്ളതിന്റെ അർത്ഥം ഏകദേശം ഇങ്ങനെയാണ് വരിക, സൃഷ്ടാവ് അല്ലെങ്കിൽ പടച്ചവൻ ഏകദേശം ഈ അർത്ഥത്തിലാണ് വരിക എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാൻ ഇത് ഉപയോഗിക്കാം. എന്നാൽ ഇതിന് രണ്ടിന്റെ ഇടയിൽ വേറൊരു വിഭാഗമുണ്ട്. അത് ഒരു തരത്തിൽ അതിന് നല്ല അർത്ഥമുണ്ട്, മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ മോശം അർത്ഥമുണ്ട്. അതിന് ഉദാഹരണമാണെന്ത്? ഡയറക്ഷൻ, ദിശ, അറബിയിൽ ജിഹത്ത് എന്ന് പറയും. അത് ഖുർആൻ സുന്നത്തിലൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു വിശേഷം അള്ളാഹുവിനെ സംബന്ധിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല. പക്ഷേ അതിനെ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അതിന് നല്ല അർത്ഥമാണ്. കാരണം എന്താ? അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണ്. അപ്പൊ മുകളിൽ എന്നുള്ളത് ഒരു ഡയറക്ഷനിൽ പെട്ടൊരു ഡയറക്ഷൻ തന്നെയാണ്. ഒരു ദിശകളിൽ പെട്ടൊരു ദിശ തന്നെയാണെന്ത്? മുകളിൽ എന്നുള്ളത്. പക്ഷേ ഇതിന് മറ്റൊരു തെറ്റായ അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? ഈ ദിശകളൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അള്ളാഹു ഒരു ഡയറക്ഷന്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിന്റെ ഉള്ളിലാണെന്നുള്ള അർത്ഥം, തെറ്റായ ഒരു അർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാക്ക് എന്ത് ചെയ്യണ്ട, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നല്ലൊരു അർത്ഥം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റായ ഒരു അർത്ഥത്തെ അറിയിക്കുന്നത് കൊണ്ട് അത് എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. മറിച്ച് എന്താ ഉപയോഗിക്കേണ്ടത്? ഖുർആൻ സുന്നത്തിൽ വന്നിട്ടുള്ള നല്ല അർത്ഥം മാത്രമുള്ള വിശേഷണമാണ് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. എന്താ ഉപയോഗിക്കുക?
ദിശ എന്ന് പറയുന്ന പേര് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു ഉപരിയിലാണല്ലോ. ഇസ്തമ. അതെ, നമ്മൾ പറഞ്ഞത് ഈ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു അർത്ഥത്തിൽ ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ല അർത്ഥമുണ്ട്, ചീത്ത അർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഈ നല്ല അർത്ഥം ഉദ്ദേശിച്ചായിരിക്കും നമ്മൾ പറയാം. പക്ഷെ അതിൽ മോശം അർത്ഥം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഒഴിവാക്കിയിട്ട് ഖുർആൻ സുന്നത്തിൽ വന്ന നല്ല അർത്ഥം മാത്രം കിട്ടുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? അതിന് പകരം ഉപയോഗിക്കുക. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ്, ഒരു അദബാണ്. പിന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ തരത്തിൽ പറഞ്ഞിരുന്നു. ഒരു വിശേഷണം പറയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യരുത്? ഏതെങ്കിലും ഒരു സൃഷ്ടിയുമായിട്ട് അതിനെ കണക്ട് ചെയ്യരുത്. കമ്പാരിസൺ വരുമ്പോൾ അത് വലിയ അപകടത്തിലേക്ക് എത്തി. അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അള്ളാഹു അത്ഭുതപ്പെടുന്നു, അല്ലെങ്കിൽ അള്ളാഹു വെറുക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു കോപിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനുഷ്യന്മാരുടെ കോപമോ തൃപ്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ട് സൃഷ്ടികളുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് പാടില്ല. സൃഷ്ടികളുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ വജ്ഹുണ്ട്, മുഖമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ട്. മുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും സൃഷ്ടിയുടെ മുഖവുമായിട്ട് അതിനെന്ത് ചെയ്യരുത്? കണക്ട് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. അത് തെറ്റായൊരു പ്രവണതയാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ ഒരു തെറ്റ് സംഭവിക്കുന്നത്. എന്താണ്? നിഷേധിക്കുക ആൾക്കാർ. അള്ളാഹുവിന്റെ മുഖം എന്ന് പറയും, വജ്ഹുല്ലാ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മുഖം മറ്റേതെങ്കിലും സൃഷ്ടികളുടെ മുഖമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അള്ളാഹു ഇത്രയും ഉന്നതനായ റബ്ബ്, അവന് ഇങ്ങനൊരു മുഖം ഉണ്ടാവുകയെ, അതെങ്ങനെ ശരിയാവാം? അപ്പൊ അള്ളാഹുവിന് മുഖമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഒരവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കമ്പാരിസൺ വരുമ്പോഴാണ്. ഈ കമ്പാരിസൺ വരാൻ പാടില്ല. ഒരു വിഷയത്തിലും ഒരു സിഫത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? കമ്പാരിസൺ ഇല്ലാതെ. കാരണം അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ, നമ്മൾ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ ഒന്നുമില്ല, അവന് തുല്യനായിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവന്റെ മുഖത്തിന് തുല്യനായിട്ട് ഒരു മുഖം ഉണ്ടാവില്ല, അവന്റെ കൈക്ക് തുല്യമായിട്ട് ഒരു കൈ ഉണ്ടാവില്ല. അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടല്ല, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടല്ല. അത് പണ്ഡിതന്മാർക്ക് അതിൽ വിശദീകരണമുണ്ട്. ഉദാഹരണത്തിന് കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, ഇതൊക്കെ ആ ഒരു വിശേഷണങ്ങൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ആദമിനും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്തിക്കാൻ മനുഷ്യന്റെ പ്രത്യേക കഴിവാണെന്ത്? കാര്യങ്ങൾ നിഗമനം ചെയ്യാനും അത് ചിന്തിച്ചെടുക്കാനുമുള്ള അങ്ങനെ ഒരുപാട് പ്രത്യേക കഴിവുകൾ അള്ളാഹുവിന് ഉള്ളത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ആദമിന് നൽകിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിനാണ് എന്ത് ചെയ്യുന്നത്? അത് ഉദ്ദേശിക്കുന്നത്. അത് എന്തല്ല, പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ അതേ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നല്ല, പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ അതേ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നല്ല. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോഴും ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ മനസ്സിൽ മറ്റേതെങ്കിലും സൃഷ്ടികളുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന അപകടമാണ് എന്ത്? അത് നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താമെന്ന്, നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താമെന്ന്. ഉദാഹരണത്തിന് നേരത്തെ കഴിഞ്ഞ തരത്തിൽ പറഞ്ഞാണെന്ത്? അള്ളാഹു എല്ലാ ദിവസവും അവസാനത്തെ 1/3, രാത്രിയിലെ 1/3 ബാക്കി നിൽക്കെ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ ഹദീസ് നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹു ഇറങ്ങും തന്നെ വിശ്വസിക്കാം. പക്ഷെ ഇതിനെ നമ്മുടെ സൃഷ്ടികളുടെ ഇറങ്ങി വരലും അല്ലെങ്കിൽ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് എന്ത്? ചില സ്ഥലങ്ങളിൽ രാത്രി 1/3 ബാക്കി നിൽക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താ? പകലായിരിക്കും. അപ്പൊ ഇവിടെ ഇറങ്ങുമ്പോൾ അവിടെ ഇറങ്ങാണ്ടിരിക്കേണ്ടി വരും, പിന്നെ അവിടെയും ഇറങ്ങേണ്ടി വരും, ഇങ്ങനെ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നല് നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ ആ ഇറങ്ങുന്നത് നമ്മുടെ ഇറക്കവുമായിട്ട് എന്ത് ചെയ്യുമ്പോഴാണ്? കമ്പയർ ചെയ്യുമ്പോഴാണ്. മനസ്സിലായോ?
ആ കമ്പാരിസൺ ഒരിക്കലും വരാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറുപ്പക്കാരനെ പറ്റി, ആ ചെറുപ്പക്കാരനുണ്ടില്ല, ചെറുപ്പക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ന്യൂനതയും ഒരു ഒരു വ്യതിയാനവും ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവും ആ ചെറുപ്പക്കാരൻ, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ പറ്റി അള്ളാഹു അത്ഭുതപ്പെടുന്നു. ഹദീസിൽ അങ്ങനെയുള്ളൂ. ഇന്നല്ലാഹ യഅജബു മിൻ ശാബിൻ ലൈസ ലഹു സബ്വ. യഅജബു അത്ഭുതപ്പെടാനാണ്. അത്ഭുതപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളുമായിട്ട് നമ്മളെപ്പോഴും അത്ഭുതപ്പെടുക പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഉണ്ടാവുകയാണ്. അള്ളാഹു അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഉണ്ടാവുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ അള്ളാഹു അത്ഭുതപ്പെടുക, അപ്പൊ അള്ളാഹു അത്ഭുതപ്പെടുന്നില്ല, അങ്ങനെ നിഷേധിക്കുന്ന ആ ഒരവസ്ഥ റിസൾട്ടിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മ ആ കമ്പാരിസൺ വരുന്നതുകൊണ്ടാണ്. ആ കമ്പയർ ചെയ്യാൻ പാടില്ല. ആ കമ്പാരിസൺ ഉണ്ടാവാൻ പാടില്ല. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്? അള്ളാഹുവിന്റെ ഏത് സിഫത്തുകൾ പറയുമ്പോഴും നമ്മൾ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണെന്നുള്ളത് പോലെ തന്നെ നമുക്ക് എന്ത് നിർബന്ധമാണ്? കമ്പാരിസൺ ചെയ്യാതിരിക്കാം. അതിനെ എന്തിനോട് എങ്കിലും ഉപമിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു സൃഷ്ടിയോട് നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ ഉപമിക്കരുത്. അതുപോലെ തന്നെ എന്ത് ചെയ്യരുത്? ജാഹിലിയത്തില് മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നൊരു കാര്യമാണിത്. അത് ഈ അസ്മാഉ സിഫാത്തിൽ അവര് മോശം അദബ്, നല്ലതല്ലാത്ത, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണിത്. അള്ളാഹുവിന്റെ പേരുകൾ എന്ത് ചെയ്യാം? അത് മറ്റുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുക്കാവുന്നു. അള്ളാഹുവിന്റെ പേരുകൾ അത് നമുക്കറിയാം. അള്ളാഹുവിന്റെ പേരുകൾ രണ്ട് തരമുണ്ട്. അത് സൃഷ്ടികൾക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന പേരുകളുണ്ട്, സൃഷ്ടികൾക്ക് ചേർത്ത് പറയാൻ പറ്റാത്ത പേരുകളുണ്ട്. ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ പേരുകൾ അത് സൃഷ്ടികൾക്ക് വകവെച്ചു പറ്റുന്ന, ചേർത്തി പറയാൻ പറ്റുന്ന പേരുകളുണ്ട്. ഏതുപോലെ? റഹീം എന്നുള്ള പേര് പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. റഊഫ് എന്നുള്ള പേര് അള്ളാഹ്ക്ക് വന്നിട്ടുള്ളതാണ്, റഹീം എന്നുള്ള പേര് അള്ളാഹ്ക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. പറ്റുന്ന പേരുകളുണ്ട്, അതുപോലെ ചേർത്തി പറയാൻ പറ്റുന്ന പേരുകളുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന് പറയുമ്പോൾ അർ റഊഫ് എന്നാ പറയും, അല്ലുണ്ടാവും. അർ റഹീം എന്നാ പറയും. അതിന് വലിയ വ്യത്യാസമുണ്ട് അറബി ഭാഷയിൽ. റഹീം എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളവൻ, റഊഫ് എന്ന് പറഞ്ഞാൽ റഅഫത്ത്, അനുകമ്പയുള്ളവൻ എന്നേ അർത്ഥം. പക്ഷെ അർ റഹീം എന്ന് പറയുമ്പോൾ റഹ്മത്ത് ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലുള്ളവൻ എന്നുള്ള അർത്ഥം. അർ റഊഫ് എന്ന് പറയുമ്പോൾ അനുകമ്പ ഏറ്റവും പൂർണ്ണമായ, എന്നുവെച്ചാൽ ഏറ്റവും പെർഫെക്റ്റായ രൂപത്തിൽ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലുള്ളവൻ എന്ന അർത്ഥമാണ് അർ റഹീം അല്ലെങ്കിൽ അർ റഊഫ് എന്നുള്ള അർത്ഥം വരും. അപ്പോ അല്ല് മാറ്റിയിട്ടെങ്കിലും മറ്റുള്ള സൃഷ്ടികളിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്ന ചില പേരുകളുണ്ട്. പക്ഷെ അല്ല് മാറ്റിയാൽ പോലും മറ്റുള്ള സൃഷ്ടികളിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത പേരുകളുണ്ട്. അതിൽ പെട്ടെന്ന് അള്ളാഹ് എന്നുള്ള പേര്, അതുപോലെ തന്നെ അർ റഹ്മാൻ എന്നുള്ള പേര്, അൽ അസീസ് എന്നുള്ള പേര്, അൽ ഖാലിഖ് എന്നുള്ള പേര്. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? അല്ല് മാറ്റിയിട്ട് പോലും മറ്റുള്ളതിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. ഖാലിഖിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഉദാഹരണത്തിന് മന്നാൻ, ഇതൊക്കെ അള്ളാഹുവിന്റെ പേരുകൾപ്പെട്ട. ഈ നമ്മൾ എന്താ പറയാ, നമുക്കറിയാം ജാഹിലിയത്തിൽ മുശ്രിക്കീങ്ങൾ അവരുടെ ആരാധ്യന്മാരായി സ്വീകരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കൊക്കെ അറിയുന്ന മൂന്ന് ആലിഹത്തുകളാണെന്ത്? ലാത്ത, ഉസ്സ, മനാത്ത. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തുൽ ഉഖറ. ഈ മൂന്നെണ്ണത്തിന്റെ പേര് നിങ്ങളൊന്ന് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് വെച്ചത് ഓരോ അള്ളാഹുവിന്റെ പേരുകളെന്നാണ്. ലാത്ത എന്നുള്ളത് അള്ളാഹ് എന്നുള്ള പേര് നിട്ട, മനാത്ത് എന്നുള്ളത് മന്ന എന്നുള്ള പേര് നിട്ട, ഉസ്സ എന്നുള്ളത് അൽ അസീസ് എന്നുള്ള പേര് നിട്ട. പക്ഷെ അതേ
വിശേഷണം എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് ആ വിശേഷണം ഉള്ള പോലെ തന്നെ ഇവർക്കും ആ വിശേഷണമുണ്ട് എന്നറിയിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യുക, പേരുകൾ ഉപയോഗിക്കാന്നുള്ളത് പാടില്ലാത്ത അല്ലേ? നമ്മള് എന്താ പറയാ, ആ ജനതയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, പല ആളുകളും വിശേഷിപ്പിക്കാറുണ്ട്. പല എന്താ പറയാ ചരിത്രത്തിലുള്ള പല വീരപുരുഷന്മാരെയൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സിൽ ഒരുപാട് അങ്ങോട്ട് പോകണ്ട, പല ആളുകളെ എന്താണ് ഗോഡ് ഓഫ് അല്ലെങ്കിൽ ആ ഇതിന്റെ ഗോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എന്താ പറയാ, ആ തരത്തിലുള്ള പ്രയോഗങ്ങൾ, പേരുകൾ ഒരിക്കലും ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു നിമിഷറാസനം പഠിപ്പിച്ചെന്താ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പേര് രാജാതിരാജൻ മലിക്കുൽ അംലാഖ് എന്നുള്ള പേരാണ്. എന്നുവെച്ചാൽ നമ്മൾ കുട്ടിക്ക് പേരിടുമ്പോൾ എന്താ, കുട്ടിന്റെ പേര് രാജാതിരാജൻ അല്ലെങ്കിൽ എന്താ മലിക്കുൽ അംലാഖ്. ആ അർത്ഥം കിട്ടുന്ന പേര് അത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പേരാണ്. അത് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ മലിക്കുൽ അംലാഖ് എന്ന് ഇടാറില്ലെങ്കിലും വേറൊരു പേരിടാറുണ്ട്. അത് വ്യാപകമാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപകമാണ്. ഷഹീൻ ഷാ. ഷഹീൻ ഷാ എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥമാണ്. ഷാ എന്ന് പറഞ്ഞാൽ രാജാവെന്നർത്ഥം. ഷാ എന്ന് പറഞ്ഞാൽ രാജാവെന്നർത്ഥം. ഷാഹിൻ ഷാ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ രാജാവ്. കാര്യത്തിൽ പറയും, എനിക്കറിയാം. ഷഹീൻ ഷാ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥം അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പേരാണ്. ആ അറബി പദമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ അർത്ഥത്തിൽ പേരുകൾ ഇടുന്നത് എന്താ, അങ്ങേയറ്റം അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യം. ഒഴിവാക്കണ്ട. അതുപോലെ തന്നെ മറ്റൊരു അപകടമാണ് അസ്മാഉ സിഫാത്തിൽ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞത് തൗഖീഫി ആയിട്ടുള്ളതാണ് എന്നുള്ളതിനെ മറികടന്ന് നമ്മുടെ വക എന്ത് ചെയ്യുക, പുതിയ പേരുകളും സിഫത്തുകളൊക്കെ എന്ത് ചെയ്യുക, അള്ളാഹുവിന് ചാർത്തി കൊടുക്കാന്നുള്ളത്. അള്ളാഹുവിന് അത്തരത്തിലുള്ള പല സിഫത്തുകൾ എന്താണ് സൂഫികളൊക്കെ ഉപയോഗിക്കുന്ന ചില പേരുകളുണ്ട്. ഹുദ എന്താണ്, എന്താർത്ഥം? അർത്ഥമല്ല. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ ഒരു ഇസ്മ അത് വിശദീകരിക്കാൻ നമുക്ക് അതിനോട് ഏറ്റവും യോജിച്ച, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു അർത്ഥം നമുക്ക് ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് അത് ഒരു വിഷയം. അപ്പൊ ഖാലിഖിന്റെ അർത്ഥം സൃഷ്ടാവ് അല്ലെങ്കിൽ പടച്ചവൻ എന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അതിന്റെ വിഷയം എന്ന് വേറെ, നമുക്കത് പറ്റും, അനുവദിക്കപ്പെട്ടതാണ്. അതേസമയം നമ്മൾ യാ ഖാലിഖി എന്ന് വിളിക്കുന്നതിന് പകരം പടച്ചോനെ വിളിക്കുന്നത് അത്ര നല്ലതല്ല. ശ്രദ്ധിക്കേണ്ട വിഷയം. തമ്പുരാനെന്ന് പിന്നെ പറയണം. തമ്പുരാൻ നമുക്കറിയാം, അത് അള്ളാഹുവിന്റെ പല പേരുകളോട് യോജിച്ച് നിൽക്കുന്ന പേരുകളാണ്. മാലിക് എന്നുള്ള പേരിനോട്, സയ്യിദ് എന്നുള്ള പേര്, അങ്ങനെ പല പേരുകളോടും യോജിച്ച്, അത് നമുക്ക് ആ അർത്ഥത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മറ്റൊരു ഭാഷയിലാണെങ്കിൽ പ്രത്യേകിച്ചും അത് വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ ചില പേരുകൾ മലയാളത്തില് അത് ഏകദേശം ഈ അർത്ഥത്തിലാണെന്ന് പറയാൻ ഉപയോഗിക്കാമെന്നല്ലാതെ നമുക്ക് ആ പേര് വെച്ച്, നമുക്ക് അള്ളാഹുവിന്റെ ഇസ്മ വെച്ചിട്ട് അള്ളാഹുവെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന്റെ പേരുകൾ കൊണ്ടാണ് നിങ്ങൾ വിളിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ വിളിക്കാൻ അള്ളാഹുവിന്റെ പേര് ഉപയോഗിക്കുമ്പോൾ
അവിടെ നമ്മൾ അതിന് പകരം ഇതിനെ ഫിക്സ് ചെയ്താൽ അത് തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയാണ് ഈ പേരിന്റെ അർത്ഥം, ഏകദേശം ഇങ്ങനെയാണ് വരിക, ഈ പേരിന്റെ അർത്ഥം ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് വിശദീകരിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കാമെന്നല്ലാതെ അതിലപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല. ആ പേരുകൾക്ക് പകരം ഇന്ന് ആ പല ആളുകൾക്കും ആ പേര് അറിയില്ല. അള്ളാഹുവിന് സയ്യിദ് എന്നുള്ള പേരുള്ള എത്ര ആളുകൾക്ക് അറിയാം? ഹദീസിൽ അങ്ങനത്തെ ഉണ്ട്, സയ്യിദുള്ള, എല്ലാത്തിന്റെയും യജമാനായ ഏറ്റവും എന്താ പറയാ, ആ സയ്യിദ് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിലുള്ള എല്ലാത്തിന്റെയും യജമാനൻ അള്ളാഹു, ഹദീസിലുള്ളതാണ്. അപ്പോ എന്താ പറയാ, ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേരുകൾ വിസ്മരിക്കപ്പെട്ടു. അതിന് പകരമാവുന്ന രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും എല്ലാ തേട്ടങ്ങൾക്കും അള്ളാഹുവിന്റെ പേരുകൾക്ക് പകരം എന്ത് ചെയ്യാ, ഇത്തരം നമ്മുടെ ഭാഷയിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിലുള്ള പേരുകൾ നമ്മളെന്ത് പകരം വെക്കുന്നത് ഒരിക്കലും നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അള്ളാഹുവിന്റെ പേരായ അള്ളാഹു പഠിപ്പിച്ചെന്ന പേരുകൾ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിളിക്കാനും അതിന് വസീലയാക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസ്മാഉ സിഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആരാണോ അതിനെ ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരാണോ അതിനെ ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണ് ഇഹ്സാ? അല്ലെ, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു എളുപ്പ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ, അത് ഖുർആനിലെ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത് കുറെ എണ്ണം വന്നിട്ടുണ്ട്, 99-ൽ-അധികം വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു 99 നാമങ്ങൾ നമ്മൾ ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് ഇഹ്സാ ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താ? ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാലോ. ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ അർ-റഹ്മാൻ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ, അർ-റഹീം എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ. റഹ്മാനും റഹീം രണ്ട് റഹ്മത്ത് എന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എന്താണ്? കുറെ കാര്യങ്ങളുണ്ട്. മാലിക് യൗമിദ്ദീനും മലിക് യൗമിദ്ദീൻ എന്താണ് വ്യത്യാസം? ഇതിലൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇതിലൊക്കെ റബ്ബ് എന്ന് പറയുമ്പോൾ കാഫറുകൾക്ക് റബ്ബ് അവന്റെ റുബൂബിയത്തും മുഅ്മിനുകൾക്കുള്ള റുബൂബിയത്തും ഒക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. മാലിക് യൗമിദ്ദീൻ എന്താണ്? അവൻ എല്ലാത്തിനെയും മാലിക്കാണ്, എല്ലാ ദിവസങ്ങളിലെയും മാലിക്കാണ്. പിന്നെന്തുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ, ഖിയാമത്ത് നാളിലെ മാലിക്കാണ് എന്ന് പറയാനുള്ള കാരണം? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എവിടെ വരുന്നുണ്ട്? അസ്മാ സിഫാത്തിൽ. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഓരോ അസ്മാ സിഫാത്തിൽ ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ ഒരു ബോധ്യം, അതെന്താണ്, അതിന്റെ അർത്ഥം, അതിന്റെ ആശയം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത് അത് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ കാര്യം. ഇഹ്സാൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം വരിക ഇതാണ്. പിന്നെ രണ്ടാമത്തത് അതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അസ്മാ സിഫാത്തിൽ പഠിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും, ഒരുപാട് മാറ്റങ്ങൾ വരും. ഉദാഹരണത്തിന് അള്ളാഹു ഷക്കൂറുൻ ഹലീം, അള്ളാഹു ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന അവന്റെ രണ്ട് പേരുകളാണ്, കണക്ട് ചെയ്ത് പറയുന്ന രണ്ട് പേരുകളാണ്. ഷക്കൂറും ആണ്, ഹലീമുമാണ്. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരുപാട് നമ്മൾ കണക്ട് ചെയ്ത് ഗഫൂർ റഹീം കണക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്, റഹ്മാൻ റഹീം കണക്ട് ചെയ്ത്. ഇതുപോലെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു പേരാണ് ഷക്കൂറും ഹലീമും. എന്ത് നമ്മൾ കണക്ഷൻ എന്താ? ഇത് രണ്ടും തമ്മിൽ ബന്ധം എന്താ?
നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് തിന്മകളും പറ്റി പോകുന്നുണ്ട്. നമ്മൾ മുഅ്മിനുകൾ എന്ന നിലയ്ക്ക് ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ നന്മകൾ എന്ന് പറയും നമ്മൾ ചെയ്യുന്നതൊക്കെ അത്ര പെർഫെക്റ്റായ രൂപത്തിലൊന്നല്ല. നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ, വാജിബാത്തുകൾ നമ്മൾ പൂർത്തീകരിക്കുന്നത് നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നല്ല. അതുപോലെ തന്നെ അള്ളാഹു വിട്ടു നിൽക്കാൻ പറഞ്ഞ ഹറാമുകൾ നമ്മളെല്ലാം വിട്ടു നിൽക്കുന്നില്ല. പലപ്പോഴായ ഹറാമുകൾ വീണ് പോകുന്നുണ്ട്. ഈ രണ്ടിനെയും ബാധിക്കുന്ന രണ്ട് പേരുകളാണ് ഷക്കൂറും ഹലീം. ഷക്കൂർ എന്ന് പറഞ്ഞാൽ ഈ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ആ ഇബാദത്തുകൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അതിന് അതിൻ്റെ എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുകയും ചെയ്യുന്നവരാണ് ഷക്കൂർ. അതുപോലെ തന്നെ നമ്മൾക്ക് വിട്ടുനിൽക്കാൻ കൽപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ പോലും ആ ഹറാമുകളിൽ നമ്മളെ ശിക്ഷിക്കാതിരിക്കുന്നവരാണ് ഹലീം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി അത് ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ ഗഫൂറുൽ വദൂദ്, ഗഫൂറുൽ വദൂദ്, വഹുവൽ ഗഫൂറുൽ വദൂദ്, സൂറത്തുൽ ബുറൂജിൽ. എന്താണ് അതിന്റെ അർത്ഥം? എന്താ? സാധാരണഗതിയിൽ നമുക്കറിയാം അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ കൂടെ അള്ളാഹു വദൂദിനെ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ ഒരാളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഒരാളോട് ഒരുപാട് തെറ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, റബ്ബുമായിട്ട് സാദൃശ്യപ്പെടുത്താനല്ല, കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ആ വ്യക്തിയോട് ഒരിക്കലും നമ്മൾ എന്ന് വെച്ചാൽ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാം. അപ്പോ മിക്ക ആളുകളും നമുക്കത് എന്ത് ചെയ്യും? ആ തെറ്റ് വിട്ടുതരും. പക്ഷെ അതിൽ പിന്നെ പ്രശ്നമാക്കാനോ അതിൽ വേറെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസം ഉണ്ടാക്കാനോ നിൽക്കൂലെങ്കിൽ പോലും ആ വ്യക്തിയോട് നമ്മളോട് ഇഷ്ടം ഉണ്ടാവണം യാതൊരു നിർബന്ധമില്ല. നമുക്ക് ആ തെറ്റ് നമ്മുടെ ഭാഗത്ത് പറ്റിപ്പോയ തെറ്റുകൾ പുറത്തു തരുന്നത് ഒരു വിഷയം, പുറത്ത് തന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആ പുറത്ത് തന്ന വ്യക്തി പിന്നെ നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്ന് അത് വളരെ റയറായിട്ടുണ്ടാവും പടപ്പുകളുടെ വിഷയത്തിൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. അത്രയും തിന്മകൾ ചെയ്തിട്ട് അതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് അത് പുറത്തു വരുമ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വെറുതെ പുറത്ത് തന്നിട്ട് നമ്മളെ ഇഷ്ടപ്പെടാതെയും വെറുക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ വിട്ടുകളയല്ല. നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതിനെ ആ ഇഷ്ടത്തിന്റെ ഏറ്റവും പീക്ക് ലെവലിനാണ് ബുദ്ധ് എന്ന് പറയാം, മവദ്ദത്ത് എന്ന് പറയും. ആ മവദ്ദത്ത് ഏറ്റവും കൂടുതലുള്ളവരാണ് വദൂദ് എന്ന് പറയാം. അപ്പൊ എത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവും? വെറും ഇഷ്ടത്തിന്റെ ഏറ്റവും പൂർണ്ണമായ ആ അവസ്ഥയ്ക്കാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. ആ മവദ്ദത്ത് ഏറ്റവും കൂടുതലുള്ളവരാണ് വദൂദ് എന്ന് പറയാം. അപ്പൊ അള്ളാഹു നമ്മൾ ഓരോരുത്തർ എത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവും? അത്രയും നമ്മളെ ഇഷ്ടപ്പെടുന്ന റബ്ബ് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹറാം ചെയ്യാൻ സാധിക്കുക? നമുക്ക് നമ്മളോട് നാണക്കേട് തോന്നും. ഒറ്റയ്ക്കാവുമ്പോഴൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ ഹറാമുകൾ വീണു പോകും. ആ ഒറ്റയ്ക്കാവുമ്പോൾ എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഇത്രയും തെറ്റുകൾ പുറത്തു തന്ന, എനിക്ക് ഈ ഓരോ അനുഗ്രഹം, എന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പ് ഇപ്പോഴും കൃത്യമായി കൊണ്ടുപോകുന്നു, ഇങ്ങനെ എല്ലാം ചെയ്തു തരുന്ന റബ്ബ് എന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റബ്ബ് എന്നെ കാണുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ആ റബ്ബിനെ ധിക്കരിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നാണക്കേട് വരും. ആണ് ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയ. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ട പോലെ ലജ്ജിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കും ശരിയായ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ. ഓരോ ഇസ്മുകളെ സംബന്ധിച്ചും അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പേരുകൾ വെച്ച് എന്ത് ചെയ്യുക? നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ നേരത്തെ തവസ്സുലിന്റെ വിഷയത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഇസ്മുകൾ വെച്ച് ദുആ ചെയ്യുന്നത് തവസ്സുലിന്റെ ഇനങ്ങൾ, പഠിപ്പിക്കുന്ന തവസ്സുലിന്റെ ഇനങ്ങൾപ്പെട്ടതാണ്. കഴിഞ്ഞ തരത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള
അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ഇസ്മുകൾ മുൻനിർത്തി, ആ ആവശ്യവുമായി കണക്ട് ആവുന്ന അള്ളാഹുവിന്റെ ഇസ്മ മുൻനിർത്തി എന്ത് ചെയ്യുക? ചോദിക്കുന്നത് ആ ആവശ്യം പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ വളരെ സഹായിക്കുന്നൊരു കാര്യം. പിന്നെ ഇനി ശ്രദ്ധിക്കാം, അള്ളാഹുവിന്റെ സിഫത്തുകൾ രണ്ട് തരമുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുകൾ രണ്ട് തരമുണ്ട്. അതിൽ ഒന്നാമത്തെ ഇനത്തിന് ദാത്തി എന്ന് പറയാം. ദാത്തിയായ സിഫത്തുകൾ. ഒന്നാമത്തെ ഇനം ദാത്തിയായ സിഫത്തുകൾ. ദാത്തി എന്ന് പറഞ്ഞാൽ ദാല് അലിഫ് ത, ദാത്തിയായ സിഫത്തുകൾ. രണ്ടാമത്തത് ഫിഅലിയായ സിഫത്തുകൾ. ഫിഅലിയായ സിഫത്തുകൾ. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള നിലപാടൊക്കെ നമ്മൾ നേരത്തെ രണ്ടിലും ഒരേ നിലപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ദാത്തിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും റബ്ബിലുള്ള സിഫത്തുകളാണ്, അള്ളാഹുവിലുള്ള സിഫത്തുകളാണ്. അപ്പൊ ഫിഅലിയോ? ഫിഅലി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ചെയ്യും, അല്ലാത്തപ്പോ സിഫത്ത് ഉണ്ടാവില്ല. ഉദ്ദേശിക്കുമ്പോ കാര്യം ചെയ്യും, ഉദ്ദേശിക്കുമ്പോ കാര്യം ചെയ്യും. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചെന്നാണെന്ത്? വജാഅ റബ്ബുക വൽ മലക്കു സഫ്ഫൻ സഫ്ഫ. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് ചേർക്കപ്പെട്ടതിന് ശേഷം മലക്കുകളുടെ കൂടെ അള്ളാഹു എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിലേക്ക് വരും. ആ സമയത്തുള്ളതാണ് വരല്. അപ്പൊ അതെന്താണ്? ദാത്തിയായ സിഫത്താണോ? അല്ല, അത് അള്ളാഹു ആ സമയത്ത് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു വരുന്നതാണ്. അപ്പൊ അതെന്താണ്? ഫിഅലിയായ സിഫത്താണ്. ഫിഅലിയായ സിഫത്താണ്. ഇതുപോലെ മറ്റൊരു ഉദാഹരണം, അള്ളാഹു ഉപരിയിലാണ്, അള്ളാഹുവിന്റെ ഉലൂവ് എന്നുള്ളത്. അത് ദാത്തിയാണോ ഫിഅലിയാണോ? ദാത്തിയാണ്. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു ഉലൂവിലല്ല, താഴെ ഉപരിയിലല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, എപ്പോഴും ഉലൂവില. അപ്പൊ അതിന്റെ അർത്ഥം ആ സിഫത്ത് ദാത്തിയാണ്. ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സിഫത്തിനെ ദാത്തിയായിട്ടും അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന സിഫത്തിനെ ഫിഅലിയായിട്ടും പറഞ്ഞുതരാണ്. കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? അധികം ബിദ്അത്തുകാരും നിഷേധിക്കുക ദാത്തിയായ സിഫത്തിനല്ല, അത് മിക്കവരും അംഗീകരിക്കും, മിക്ക ബിദ്അത്തുകാരും അംഗീകരിക്കും. അധികം ബിദ്അത്തുകാരും അംഗീകരിക്കാതിരിക്കുക ഫിഅലിയായ സിഫത്ത്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ കലാം. കലാം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കാം, ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും. അപ്പൊ കലാം എന്താ? ദാത്തിയാണോ ഫിഅലിയാണോ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്നതിൽ നിന്ന് പല ആളുകളെയും തടയുന്നത് ഈ ഒരു വിഷയം. അതിലൊരുപാട് അവർക്ക് അതിന്റെ പിന്നിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഇൽമുൽ കലാം, മൻതിഖ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഫിലോസഫി ഒക്കെ ഉണ്ട്. അങ്ങനെ ദീൻ പഠിക്കരുത് എന്ന് പറഞ്ഞ വിലക്കിയിട്ടുള്ള അനാവശ്യമായ ചവറുകൾ തലയിൽ കയറ്റിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തിനെയും അളക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? പലതും നിഷേധിക്കേണ്ടി വന്നു, പലതും നിഷേധിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് എന്താ പറയാ കാര്യങ്ങളും ചർച്ചകളും, അതിലൊരുപാട് പണ്ഡിതന്മാര് മറുപടികളും റദ്ദുകളും. ഏറ്റവും അധികം നിങ്ങൾ എന്താ പറയാ, നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന തൗഹീദുൽ ഉലൂഹിയത്തിൽ പഠിച്ചു പോയിട്ടുള്ള മുസ്ലിമീങ്ങൾ, അത് നമ്മുടെ വർത്തമാന കാലത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? ഒരുപാട് ആളുകൾ തൗഹീദുൽ ഉലൂഹിയത്ത്. എന്നാൽ മുസ്ലിം ചരിത്രത്തിൽ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ പഠിച്ചു പോയത് തൗഹീദുൽ ഉലൂഹിയത്തിന്റെ വിഷയത്തിലൊന്നല്ല, അസ്മാ വ സിഫാത്തിന്റെ വിഷയം. ചരിത്രത്തിൽ നോക്കിയാൽ ഏറ്റവും അധികം ആളുകൾ പഠിച്ചു പോയിട്ടുള്ളത് അസ്മാ വ സിഫാത്തിന്റെ വിഷയം. ഉലൂഹിയത്തിലൊക്കെ
ചരിത്രങ്ങളിൽ ഇതിനെ അപേക്ഷിച്ച് തീരെ ഇല്ല എന്നല്ല, ഇതിനെ അപേക്ഷിച്ച് കുറവാണ്. എങ്ങനെ? അതൊക്കെ വളരെ അപൂർവല്ലേ, വളരെ അപൂർവമാണ്. എന്നുവെച്ചാൽ അപൂർവം എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറവാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊക്കെ കുറവാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്മാഉ സിഫാത്തിലുള്ള നിലപാട് ഈ പറഞ്ഞ നിലപാടാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാ സിഫത്തുകളും അംഗീകരിക്കാതെ പറ്റൂല. ഓരോ സിഫത്തുകളും ഖുർആനും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന ഓരോന്നും നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് എങ്ങനെയാണോ അതിന്റെ അറബി ഭാഷയിലെ പ്രത്യക്ഷമായ അർത്ഥം കിട്ടുന്നത്, ആ അർത്ഥത്തിൽ തന്നെ നമ്മളത് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. അതെന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു വിശേഷണത്തെ മറ്റേതെങ്കിലും സൃഷ്ടികളുമായിട്ട് കണക്ട് ചെയ്യുകയോ അങ്ങനെ അതുമായിട്ട് താരതമ്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അതെന്തിലേക്ക് എത്തിക്കും, പല ആളുകളും നിഷേധത്തിലേക്ക് എത്തിയതുപോലെ അതെത്തിക്കും. പല ആളുകളും നിഷേധത്തിലേക്ക് എത്തിയതുപോലെ അതെത്തിക്കും. അള്ളാഹുവിന് മുഖമില്ല, കൈയില്ല, ഇതൊന്നും ഇല്ല 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 എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു പ്രതിഫലം നൽകുക എന്നാണ് ഈ അർത്ഥം. അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ അള്ളാഹുവിന്റെ അസ്മാവ സിഫാത്തുകളെ നിരാകരിക്കുന്ന, തള്ളിക്കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ തരത്തിൽ ഉള്ള നിലപാട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് അള്ളാഹു അറിയിച്ചത് നമുക്കറിയില്ല. അള്ളാഹു ആണെങ്കിൽ മറ്റൊന്നിനെയും പോലല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്താനൊന്നും നമുക്ക് യാതൊരു നിവൃത്തിയില്ല. എന്താണോ അറിയിച്ചെന്നത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനുള്ളതല്ലാതെ നമുക്ക് ഇതിൽ വേറൊന്നും ചെയ്യാനില്ല, ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ഇതിൽ ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. വളരെ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഇനി ഒരു അടുത്ത ഈമാൻ കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യമാണെന്ത്, ഈമാനു ബിൽ മലായിക. അത് മുഴുവനായിട്ടും പറയാൻ സമയമില്ല, തുടക്കത്തിലൊന്ന് തുടങ്ങി വയ്ക്കാം, ഒന്ന് തുടങ്ങി വയ്ക്കാം കണക്ഷൻ കിട്ടാൻ വേണ്ടി. ഈമാനു ബിൽ മലായിക എന്ന് പറയുമ്പോൾ അതിൽ 4 കാര്യങ്ങളാണ്. മലക്കുകൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്. ഒന്നാമത്തേത് അവരുണ്ട്, അവരുടെ വുജൂദിൽ വിശ്വസിക്കുക. മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മൾ കാണുന്നില്ലെങ്കിലും വിശ്വസിച്ചേ മതിയാവും. രണ്ടാമത്തേത് അവരിൽ നമ്മൾക്ക് പേരറിയുന്നവരെ ആ പേരോടുകൂടി തന്നെ വിശ്വസിക്കും. അവരിൽ നമുക്ക് ചിലരുടെ പേര് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ മലക്കുകളെ ആ പേരോടുകൂടി തന്നെ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഈ മലക്ക്, ആ മലക്കിന്റെ പേര് ഇന്നതാണ്, അങ്ങനെ അത് ആ പേരോടുകൂടി തന്നെ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, അവർക്ക് ചില വിശേഷണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ആ വിശേഷണം അവർക്ക് അങ്ങനെ തന്നെ ഉണ്ടെന്ന് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഓരോരുത്തർക്കും ഓരോ വിശേഷങ്ങൾ, പല മലക്കുകൾക്കും പലതരത്തിലുള്ള വിശേഷങ്ങൾ, പൊതുവായിട്ടുള്ള ചില വിശേഷണങ്ങളുണ്ട്, ചില മലക്കുകൾ പ്രത്യേകമായിട്ടുള്ള ചില വിശേഷണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. നാലാമത്തത്, അവർക്ക് ചില മലക്കുകൾക്ക് ചില കർത്തവ്യങ്ങൾ, ചില ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഈ മലക്കിന്റെ ജോലി ഇന്നതാണ്,
ഈ മലക്കിന് അള്ളാഹു ഏൽപ്പിച്ചത് ഇന്ന കാര്യം, അതങ്ങനെ തന്നെ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഈ 4 കാര്യങ്ങളാണ് ഈമാനു ബിൽ മലായിക, മലക്കുകളുടെ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യം. വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ കഴിവിന്റെ പരമാവധി വരുത്തുവാനും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടുവാനും ഇത്തരം മജ്‌ലിസുകൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.